നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകണമേ, ഇന്നത്തെ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശു ഞങ്ങളുടെ സ്നേഹവും അവിടുത്തെ കരുണയും വാത്സല്യവും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളുടെ പ്രേക്ഷിതരായ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ്റെ എല്ലാ അധികാരികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നന്മ കൈവരുവാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന, ഞങ്ങളുടെ ശുശ്രൂഷ എല്ലാം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനയുടെ ആ വിഷയങ്ങളാണ്. നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. അത് നമ്മൾ വേദപുസ്തക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികളെയും യാചകരെയും കണ്ടെത്തി സംരക്ഷിക്കുകയും അവരെ വിവിധ പുനരധിവാസ കേന്ദ്രങ്ങൾ പാർപ്പിക്കുക എന്നത് നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേക ലക്ഷ്യമാണെന്ന് നമ്മൾ പറയുകയും ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ പ്രേക്ഷിതരെ, ശുശ്രൂഷകരെ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചിന്ത വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇതുപോലെയുള്ള അലഞ്ഞു നടക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് മാനസിക രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുവാൻ ധാരാളം ആളുകൾ ലഭ്യമാകാൻ വേണ്ടി ആണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത്തരം പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു സംശയമുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരും തന്നെ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ പോരായ്മയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊരു ആവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യമാണെങ്കിൽ നമ്മൾ അത് ലഭിക്കുന്നത് വരെയും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ലഭിച്ചോ എന്ന് അന്വേഷിക്കും, ലഭിക്കാത്തതിൻ്റെ കാരണം അന്വേഷിക്കും. അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥന പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വേദപുസ്തക അടിസ്ഥാനത്തിലാണോ ഈ പ്രാർത്ഥന എന്ന് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിലെ പ്രഭാഷകൻ അല്ലെങ്കിൽ യേശുബാറാസിർ എന്ന് പറയുന്ന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനും ആയിരിക്കാം. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടെ നിന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് മാനസിക രോഗികളെ അല്ലെങ്കിൽ യാചകരെയൊക്കെ കണ്ടെത്തി സംരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ വചനമാണ്. അത്യുന്നതൻ നമ്മളെ മക്കളെന്ന് വിളിക്കണമെങ്കിൽ, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം അല്ലേ? ആ ദൈവം നമ്മളെ മകനെ മകളെ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനാഥർക്ക് പിതാവായിരിക്കണം, അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അനാഥരെയും വിധവകളെയും നമ്മൾ സംരക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം നിന്നോട് അവിടുന്ന് കാണിക്കുകയും ചെയ്യും. അതൊരു ശക്തമായ ഒരു പ്രബോധനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും.
ഈ വചനം നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഈ ഒരു വചനം ചിലപ്പോൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. നമ്മളത് ഒരുപക്ഷെ ശത്രുക്കളെ സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ താഴെയുള്ള വാക്കാണ്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. അപ്പോൾ നമ്മൾ ദരിദ്രർക്ക് ദാനം ചെയ്താൽ, ദരിദ്രരെ സഹായിച്ചാൽ, ദരിദ്രരെ ശുശ്രൂഷിച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടാനൊന്നും ഒരു വഴിയില്ല. തിരിച്ചു കിട്ടുമോ? അവരിൽ നിന്ന് എന്തായാലും തിരിച്ചു കിട്ടില്ല. പിന്നെ ആരിൽ നിന്നാണ് തിരിച്ചു കിട്ടുന്നത്? സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സദൃശവാക്യങ്ങൾ 19:17 അല്ലെങ്കിൽ POC ബൈബിളിലാണ് സുഭാഷിതങ്ങൾ. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ശ്രദ്ധിച്ചു കേൾക്കുക. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അപ്പോൾ യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്താ? വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. എങ്ങനെ? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവൻ. അപ്പോൾ തിരിച്ചു തരുന്നത് ആരാണ്? തിരിച്ചു തരുന്നത് ദൈവമാണ്. അതാണ് സദൃശവാക്യങ്ങൾ 19:17. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 35 മുതൽ വാക്കുകൾ. 4-ാം അധ്യായത്തിൻ്റെ 35. യേശു അവനെ ശാസിച്ച് പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. മുപ്പത്തഞ്ചാമത്തെ വാക്യം 4:35. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ഒരു മനുഷ്യനിൽ പിശാച് ബാധിച്ച് അവനെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ആ പിശാചിനെ യേശു ശാസിച്ചുകൊണ്ട് പറയുകയാണ്, മിണ്ടിപ്പോകരുത്, അവനെ വിട്ടുപോകാൻ പറയുകയാണ്. ആ പിശാച് അവനെ വിട്ടുപോയി. എല്ലാവരും വലിയ അത്ഭുതത്തോടെ ആ കാര്യങ്ങളെ ശ്രദ്ധിച്ചു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അപ്പോൾ പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ട് മാനസികമായും മറ്റ് ശാരീരിക രോഗങ്ങൾ കൊണ്ടൊക്കെയും അലഞ്ഞു നടക്കുന്നവർ സത്യത്തിൽ ഒരു പൈശാചിക പീഡനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണങ്ങൾ എന്താ പറയുന്നത് പലതുണ്ടെങ്കിലും ഒരു പ്രധാന കാരണം മനുഷ്യൻ്റെ ബോധം നഷ്ടപ്പെട്ടതാണ്. അപ്പം നമ്മൾ മാനസിക രോഗിയായാലും യാചകനായാലും നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ അവനോട് പറയുന്നത്, നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റാരും സ്നേഹിക്കാത്തതുകൊണ്ടാണല്ലോ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോഴും ഒരു ഭിക്ഷക്കാരനോട് പത്രോസ്ലീഹ സംസാരിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ
ലോകമെങ്ങുമെന്നൊക്കെ പറയുന്നുവെങ്കിലും നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്ന ബോധമുള്ളവരോടാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ, പ്രത്യാശ ഭവനിലും കൃപാലയത്തിലൊക്കെ പ്രസംഗിക്കാൻ വരുന്നവർ, സുവിശേഷകരായിട്ട് വരുന്നവർ അങ്ങനെ ചോദിക്കാറുണ്ട്, ഇവർക്ക് ബോധമുണ്ടോ, ഇവരോട് നമുക്ക് പറയാൻ പറ്റുമോ? പലരും ഇവിടുത്തെ മക്കളോട് സുവിശേഷം പറയാറില്ല. ഇവിടെ പുറമേ നിന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നവരോടാണ് അവർ സംസാരിക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ ഭിക്ഷക്കാരനോട് അവർ യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നത് കാണാനായിട്ട് കഴിയും. 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ടവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് ഇവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളെല്ലാം ഈ രീതിയിലാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ദരിദ്രരെ സഹായിക്കുക എന്നാണ്. ദരിദ്രരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. എങ്കിൽ തന്നെ ദരിദ്രരെ കാണുമ്പോൾ സഹായിക്കും ആളുകൾ. ദരിദ്രനെ സഹായിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. സാമ്പത്തികമായി എന്തെങ്കിലും കൈസഹായം ആണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. ദരിദ്രനും നമ്മിൽ നിന്ന് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ, സാമ്പത്തികമായ കൈസഹായം. ഇവിടെ ഈ മുടന്തനായ മനുഷ്യനും സാമ്പത്തികമായ കൈസഹായമാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ ഭിക്ഷയാചിക്കാനിരിക്കുകയാണ്. പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ട അവർ അവനോട് ഭിക്ഷ യാചിച്ചു. ദേവാലയങ്ങളിലും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ ഭിക്ഷ യാചിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ നമ്മൾ ഭിക്ഷ കൊടുക്കും. പക്ഷെ നമ്മളൊരിക്കലും സ്നേഹം കൊടുക്കില്ല. ഭിക്ഷ കൊടുക്കും, സ്നേഹം കൊടുക്കില്ല. യഥാർത്ഥത്തിൽ ഭിക്ഷയേക്കാൾ വലുതാണ് സ്നേഹം. ഭിക്ഷയേക്കാൾ വലുതാണ് സ്നേഹം. ഭിക്ഷ കൊടുക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെ കയ്യിൽ ഒന്നുമില്ല ഭിക്ഷ കൊടുക്കാൻ. സ്വർണമോ വെള്ളിയോ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവർക്ക് കരുതാനൊന്നും ഇല്ല, കരുതലും ഇല്ല. അവരാ അന്നന്നത്തേക്ക് പോലും അവരുടെ കയ്യിൽ ആഹാരം കഴിക്കാൻ പോലും അവരുടെ കയ്യിലില്ല. അവരത്രമാത്രം ദാരിദ്ര്യത്തെ സ്വീകരിച്ചുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. സ്നേഹത്തിൻ്റെ പേരാണ് യേശു. ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആ ഭിക്ഷക്കാരനെ ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ മനസ്സായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത്, നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളല്ലേ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണല്ലോ. ഈ പ്രാർത്ഥന അലഞ്ഞിരിയുന്ന മാനസിക രോഗികളെയും യാചകരെയും കണ്ടെത്തി സംരക്ഷിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും?
സംരക്ഷിക്കണമെങ്കിൽ സ്നേഹമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് അലഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഭിക്ഷക്കാരനെ, അല്ലെങ്കിൽ അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, കുഞ്ഞാകട്ടെ വലുതാകട്ടെ, ഏത് അവസ്ഥയിലാകട്ടെ, ഒരു യാചകനാണ്, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളാണ്. സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന നമുക്ക് മനസ്സിലാകുകയില്ല. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് നടപ്പാകുകയില്ല. മനസ്സിലായോ? നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ പള്ളി മുറ്റത്ത് നിന്നുകൊണ്ട് ഒരാൾ നമ്മളോട്, ഒരു ഭിക്ഷക്കാരനാണ്, സഹായം ചോദിക്കുകയാണ്. തട്ടിപ്പാകട്ടെ ചതിയാകട്ടെ, ചിലപ്പോൾ തട്ടിപ്പാന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കൂല. പക്ഷെ മുഖത്ത് നോക്കി ചിരിക്കാലോ. ഈ മുഖത്ത് നോക്കിയുള്ള ചിരി ഉള്ളിൽ നിന്ന് വരണ്ടേ? അല്ലെങ്കിൽ ചിരിക്കുമോ? മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാമല്ലോ. കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, അയാൾ ചതിയാകട്ടെ അയാൾ എന്തുമാകട്ടെ, മുഖത്ത് നോക്കി ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുക. ഈ പ്രാർത്ഥന നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അടുത്ത നാളിൽ തോന്നി നിങ്ങൾക്കിതൊന്നും മനസ്സിലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണതല്ല, ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ നമുക്ക് തന്നെ ആപത്ത്. നമ്മൾ കേട്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുമെന്ന് കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിതെന്തായി, ഒരു മധ്യസ്ഥ പ്രാർത്ഥന തൊഴിലായിട്ട് ഏറ്റെടുത്തേക്കിടും. ഈ പണി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞേ, നമുക്ക് അനുഗ്രഹം കിട്ടും. ഈ പണി ചെയ്താൽ നമുക്ക് അനുഗ്രഹം കിട്ടും. അപ്പോൾ ഏതായാലും ആഴ്ചയിൽ 1-2 മണിക്കൂർ ഈ പണിക്ക് നമുക്ക് ഇറങ്ങാം, അത് നമുക്ക് തന്നെ ഗുണമാണ് എന്ന് വിചാരിച്ചു. ഇത് നമുക്കല്ല ഗുണം, നമുക്ക് പിന്നീടാണ് ഗുണം. നാം ഈ പ്രാർത്ഥന മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ ഏറ്റവും അവഗണിക്കപ്പെട്ട, വെറുക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്കാണ് അതിൻ്റെ ഗുണം. കാരണം അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ ഒരു മനുഷ്യനുണ്ടായെന്ന് അയാൾക്ക് തോന്നും. എൻ്റെ ഒരു കൂട്ടുകാരൻ നല്ലൊരു തയ്യൽക്കാരനാണ്, കോട്ട് സൂട്ടൊക്കെ തയ്ക്കും. തൊടുപുഴയാണ് അദ്ദേഹത്തിൻ്റെ വീട്. തൊടുപുഴ ടൗണിൽ വലിയൊരു തയ്യൽക്കടയുണ്ട്. നല്ല വസ്ത്ര തയ്യൽ നടത്തുന്നയാളാണ്. ഇപ്പോൾ ജഡ്ജിമാർക്കും പോലീസ് ഓഫീസർമാർ എല്ലാവരുടെയും ഡ്രസ്സ് തയ്ക്കുന്ന ഒരു തയ്യൽക്കടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് നല്ലൊരു വിലയുണ്ട്. തയ്യൽക്കാരന് ഉള്ള വിലയേക്കാൾ കൂടുതൽ മികച്ച തയ്യൽക്കാരനെന്നുള്ള ഒരു വിലയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തൊടുപുഴ വാഴക്കുളം ഭാഗത്തു നിന്ന്, അയാളുടെ വീട് തൃശ്ശൂരാണ്, തൊടുപുഴ ടൗണിൽ നിന്ന് അയാൾ വീട്ടിലേക്ക് പോരേണ്ട ഒരു ആവശ്യത്തിന് അന്ന് ഒരു 10-25 കൊല്ലം മുമ്പുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. ഇങ്ങനെ അന്ന് ബുള്ളറ്റൊക്കെ കുറവാണ് ആളുകളുടെ കയ്യിൽ. ഇദ്ദേഹത്തിനൊരു ബുള്ളറ്റുണ്ട്. ആ ബുള്ളറ്റിൽ ആ മനുഷ്യൻ ഇങ്ങനെ തൊടുപുഴയിൽ നിന്ന് പോരുന്ന വഴി, മൂവാറ്റുപുഴയ്ക്ക് പോരുന്ന വഴി, തൃശ്ശൂർക്ക് പോണതാണ്, പോരുന്ന വഴി വാഴക്കുളം ജംഗ്ഷനിൽ വന്നപ്പോൾ, വാഴക്കുളം ടൗണിൽ വന്നപ്പോൾ, വാഴക്കുളം ടൗൺ ഒരു നിരപ്പായ സ്ഥലവും അത് കഴിഞ്ഞാൽ ചെറിയൊരു ഇറക്കമാണ്. മൂവാറ്റുപുഴയ്ക്ക് പോരുമ്പോൾ ടൗണിൽ നിന്ന് ഒരു ചെറിയ ഇറക്കമാണ്. ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഒരു ഭിക്ഷക്കാരനിരിക്കുന്നു. അത് ഈ മനുഷ്യൻ കണ്ടു. അപ്പോൾ ആ മനുഷ്യൻ കുറേ ദൂരം കൊണ്ടുവന്ന് ബൈക്ക് ഒതുക്കി വെച്ചു. വണ്ടി ഒതുക്കി വെച്ചിട്ട് തിരിച്ച് നടന്ന് ഈ ഭിക്ഷക്കാരൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഭിക്ഷക്കാരൻ കുഷ്ഠരോഗിയാണ്. അയാൾക്ക് സ്തുതി കൊടുത്തിട്ട് വിശേഷമൊക്കെ ചോദിച്ചു. ഇത്രയും വെൽ സ്യൂട്ടിൽ വന്ന മനുഷ്യൻ ഈ കുഷ്ഠരോഗിയായ ഭിക്ഷക്കാരൻ്റെ അടുത്തിരുന്നു. ഇരുന്നിട്ട് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ ആ കുഷ്ഠരോഗി അത്ഭുതപ്പെട്ടു. കുഷ്ഠരോഗിക്ക് ഇന്നവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെന്താണ് അങ്ങനെ എൻ്റെ അടുത്തിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആകാശപ്പുറമുള്ള കൂട്ടുകാരാണ്, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ടാണ് സഹോദരനെ പോലെയുള്ളവരെ കാണുമ്പോൾ ബഹുമാനിക്കുക, സ്നേഹത്തോടെ സംഭാഷിക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ഇരുന്നതാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, വീട് ചോദിച്ചു, നാട് ചോദിച്ചു. അപ്പോൾ തമിഴ്നാട്ടിലാണ് വീടെന്ന് പറഞ്ഞു. സർക്കാർ ജോലി ഉണ്ടായിരുന്നതാണ് അയാൾ പറയണത്. കുഷ്ഠരോഗം വന്നത് വഴി അതെല്ലാം നഷ്ടപ്പെട്ടു, വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു, ഇറങ്ങി പോരേണ്ട വന്നു.
അങ്ങനെ തൊടുപുഴ വാഴക്കുളത്ത് വന്ന് ആ പ്രദേശത്തൊക്കെ ഭിക്ഷയാചിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഈ കുഷ്ഠരോഗി പറയാണ്, അങ്ങയുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം ഞാൻ ദൂരെ നിന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹെൽമറ്റും നിങ്ങളുടെ ഗ്ലാസും നിങ്ങളുടെ ആ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനോഹരമായിരിക്കണമെന്നില്ലെന്ന് ഞാനും ഒന്ന് ചിന്തിച്ചു എന്ന്. കണ്ടോ, ദൂരെ നിന്നൊരു ഒരു ബുള്ളറ്റ്, 25 കൊല്ലം മുമ്പ് അത്രയും ബുള്ളറ്റ് ഇല്ലല്ലോ, ഇന്നത്തെ പോലെ ഇല്ല. ഒരു ബുള്ളറ്റ് ഇറങ്ങി വരുന്നു, ഒരു ഇറക്കം പതിയുള്ള ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുന്നു, അതിൻ്റെ ശബ്ദം, അതിലിരിക്കുന്ന ആളുടെ ആ പവറ് എല്ലാം നോക്കിയപ്പോൾ ഇയാൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു നടപടി ഒരിക്കലും ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു കുഷ്ഠരോഗിയോട് നമ്മൾ ഒന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരനോട് നമ്മൾ സംസാരിച്ചാൽ ഉണ്ടാകുന്ന അവൻ്റെ എന്താ പറയുന്ന മനസ്സിൻ്റെ ആ ഒരു ധൈര്യവും സന്തോഷവും ബലവും അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കി. അവിടെയാണ് ഈ പത്രോസും യോഹന്നാനും കുനിഞ്ഞ് അവരോട് പറഞ്ഞത്, പൊന്നും വെള്ളിയും ദേ ഞങ്ങളുടെ നേരെ നോക്കുക, പൊന്നോ വെള്ളിയോ ഞങ്ങൾക്ക് തരാനില്ല. അങ്ങനെയാ എഴുതിയിരിക്കുന്ന 4-ാമത്തെ വാക്യം. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ നോക്കി, കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ച് അവരെ നോക്കി. ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും കൂടുതൽ പൈസ തരാൻ വേണ്ടിയായിരിക്കും ഇത്രയും സമയം എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നും ഇല്ല, ഞങ്ങൾക്കുള്ളത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഞാൻ നിനക്ക് തരുന്നു. ഇത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് പറയും. നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഞാൻ നിനക്ക് തരുന്നു. വേറെ ഒന്നും എൻ്റെ കയ്യിലില്ലെങ്കിലും എൻ്റെ ഉള്ളിലൊരു ക്രിസ്തു ഉണ്ട്, അത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചോ? എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ആ ഒരു മനസ്സിൻ്റെ സന്തോഷം അനുഭവിച്ചു എങ്കിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ താഴ്ന്നു വന്നത്? എന്തുകൊണ്ടാണ് ആ പത്രോസിനും യോഹന്നാനും അവരെ അങ്ങനെ താഴ്ന്ന് അവരോട് സംസാരിക്കാനിടയായത്? ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ഭിക്ഷക്കാരനെങ്കിൽ ഒന്ന് കണ്ട് ചിരിക്കാനെങ്കിലും പാടില്ല എന്ന്. അപ്പോൾ പത്രോസിനും യോഹന്നാനും ചിരിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയാൽ പോരായിരുന്നോ? ചിരിച്ചുകൊണ്ട്, മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയാൽ പോരെ? ഭിക്ഷക്കാരൻ വിചാരിക്കും, ഓ നല്ലൊരു മനുഷ്യൻ, ഒന്ന് ചിരിച്ചല്ലോ ഇല്ലേ? പിന്നെ അടുത്ത് വരുന്നവർ പുള്ളി കൈ കാണിക്കും, പുള്ളിയുടെ അവസ്ഥ പറയും, അവർ ഭിക്ഷ കൊടുക്കും, ചിലർ കൊടുക്കാതെ പോകും. അപ്പോൾ ചിരിച്ചാൽ മതിയോ? ചിരിച്ചാൽ പോരാ. ഇവിടെയാണ് വീണ്ടും പ്രഭാഷകൻ പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. സമൂഹത്തിൽ, പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ബാർ ആസിറയാണ് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് എഴുതണം, യേശു ബാർ ആസിറെ എന്ന് എഴുതണം, അല്ലെങ്കിൽ പ്രഭാഷകൻ എന്ന് എഴുതണം. ഇങ്ങനെയാണ് പറയുന്നത്, സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. ശ്രദ്ധിച്ചു കേട്ടോ, നായകനെ നമിക്കുക, പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ നായകനെ, നേതാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ എന്തു ചെയ്യും? ഭവ്യതയുള്ളവരാകും. പാവപ്പെട്ടവൻ്റെ മുമ്പിൽ നമ്മളെന്താ? ഉറക്കെ സംസാരിക്കും. വചനം പറയുകയാണ്, നായകനെ നമിക്കുക, അവനെ ബഹുമാനിച്ചാൽ മതി. പക്ഷെ പാവപ്പെട്ടവനെയോ
പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട്. അതാണ് നമ്മുടെ കൂട്ടുകാരൻ മാത്യു ചെയ്തത്. ആ കുഷ്ഠരോഗിയുടെ അടുത്തിരുന്ന് അവനെ ശ്രദ്ധിച്ച് കേട്ടു. സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം അവിടെ നമുക്ക് ലഭിക്കും. നമ്മൾ ചുമ്മാ എഴുതിയതല്ല അത്. ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണത്. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് ആളുകളില്ല. ജോലിക്ക് ശമ്പളത്തിന് പോലും ആളുകളില്ല. ശമ്പളം കുറഞ്ഞാലും വേണ്ടില്ല, മാന്യമായ അല്ലെങ്കിൽ ലോകം പറയുന്ന തരത്തിലുള്ള മാന്യതയുള്ള ജോലിക്കാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സേവന മനസ്സുള്ള ശമ്പളം വാങ്ങിയിട്ടാണെങ്കിലും മനസാക്ഷിയോടുകൂടി ചെയ്യാൻ താല്പര്യം ആർക്കും ഇല്ല. ഈ മേഖലയിൽ ആളില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിക്കും. നമ്മളിങ്ങനെ യാചകരുടെ ഇടയിൽ ശുശ്രൂഷ തുടങ്ങിയിട്ടിപ്പോൾ 31 വർഷം കഴിഞ്ഞു. 31 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെയും ഒരു എന്താ പറയുന്നത് എണ്ണം പറയാൻ തക്കവണ്ണമുള്ള പ്രേക്ഷിതരൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല, ഒരിടത്തും ഉണ്ടായിട്ടില്ല. ജോലിക്ക് കിട്ടുന്ന നേഴ്സന്മാരോ അല്ലെങ്കിൽ ജോലിക്ക് കിട്ടുന്ന MSW കഴിഞ്ഞ സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ബോധത്തോടു കൂടി ആരും തയ്യാറാകുന്നില്ല. പിന്നെ ഇവിടെ വളരെ എന്താ പറയുന്നത് നമ്മളെയൊക്കെ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചപ്പോൾ നിങ്ങളെയൊക്കെ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടം കൂടി കൂട്ടായ്മയുണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്നിടത്തൊക്കെ പോയി ഭക്ഷണം കൊടുക്കുക, അവിടെ ചെന്ന് ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്നെയൊക്കെ എത്രയോ അതിശയകരമായിട്ടാണ് നടത്തണേ അല്ലേ, ഇങ്ങനെ പറയുക. അത് ദൈവത്തിന് നന്ദി പറയുക. ഇവരെക്കാളൊക്കെ എത്രയോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കഴുത്തേൽ 3 തരം മാല, 16 തരം വള, പിന്നെന്താ പറയുന്നത് നമ്മൾ ചെന്നിരിക്കുന്ന വാഹനങ്ങൾ എന്താ വേണ്ടേ. ഇവരെ നോക്കുമ്പോൾ നമ്മുടെ പേര് തന്നെ അനാഥശാല എന്നാണ്. നമ്മൾ പള്ളിയിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ, ഇന്ന് ഇന്ന ആളുകൾ അനാഥശാലയിൽ ഭക്ഷണം കൊടുക്കാൻ ആ വാക്യം ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഗവൺമെൻറ് വരെ പ്രഖ്യാപിച്ചേക്കണതാണ്. പക്ഷെ എന്നാലും എഴുതുമ്പോൾ അങ്ങനെ എഴുതി പോവുകയാണ്. പുറത്ത് മനസ്സിലായില്ലേ? അവളെ ഇന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്നതിന് നിങ്ങളാൽ കഴിയുന്ന കൈത്താങ്ങുകൾ ചെയ്യണം. അല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. നമ്മൾ നാളെ എങ്ങനെയൊക്കെ ആയിപ്പോകും, ദൈവം കൈവിട്ട, എങ്ങനെയൊന്നും എഴുതാറുമില്ല, പറയാറുമില്ല, ചിന്തിക്കാറുമില്ല. എന്നിട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് പറയും, എൻ്റെ പൊന്നെ അവിടെയൊക്കെ ചെന്ന് കാണണം. എന്തോരു കഷ്ടമെന്നറിയാമോ, എന്തോരു കഷ്ടം എന്ന് നമ്മൾ പറയും. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ട്, മറ്റുള്ളവരുടെ പ്രയാസം കണ്ട് നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന ചാരിറ്റികളാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അത് ദൈവത്തിന് അത്ര പ്രീതികരമല്ല. ദൈവത്തിന് പ്രീതികരമാണ് ഇങ്ങനെ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം തന്നെ വീണ്ടും വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന 3-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യം, 3:30 ഇങ്ങനെ പറയുന്നത്, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അല്ലേ? വെള്ളം തീയെ കെടുത്തൂലേ അല്ലേ? ഫയർ എഞ്ചിനൊക്കെ വന്ന് തീ പിടിക്കുമ്പോൾ വെള്ളമൊഴിച്ചല്ലേ കെടുത്തണേ എന്നതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പാപത്തിന് പരിഹാരമാണ് ദാനധർമ്മം. പക്ഷെ പുണ്യം വാങ്ങണമെങ്കിലോ, പുണ്യമാകണമെങ്കിൽ അടുത്ത വാക്യം 4 നമ്മൾ വായിച്ചില്ലേ, അനാഥർക്ക് പിതാവാകുക, അമ്മയ്ക്ക് ഭർത്തൃല്യനാകുക, അപ്പോൾ അത്യുന്നതനെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്, ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ
ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ദൈവമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും ദിവസം ഞാൻ ഈ പ്രത്യാശ ഭവനിൽ വന്ന് ഈ മാരാണത ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ഞാൻ തന്നെയാണ് ഇത് പ്രവർത്തിക്കേണ്ടതെന്ന് എനിക്കൊരു ബോധവും ഉണ്ടായില്ല. ഈ പ്രാർത്ഥന കൊണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പ്രവൃത്തി ഇത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരാഗ്രഹം വെക്കുക. ദൈവമേ എനിക്കിങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല, സഭയിലാകമാനം ആളുകളുടെ ഉള്ളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധാരാളം പ്രേക്ഷകരുണ്ടാകാം. നമ്മൾ ചുമ്മാ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മളത് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യമാകണം. അപ്പോൾ നമ്മൾ കൊരിന്ത്യ ലേഖനം രണ്ടാമത്തെ ലേഖനം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 8-ാം അധ്യായം. കൊരിന്ത്യർ 8. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ധാരാളമായി ഈ കാര്യങ്ങൾക്ക് കൃപ തരുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ തുടങ്ങിയ വാക്യം വായിക്കാം. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ആക്കണമെന്നവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലെ ആയിരുന്നില്ല. പ്രത്യുത ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു. മക്കദോനിയ സഭയിൽ ദൈവം ചൊരിഞ്ഞ കൃപയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. മക്കദോനിയ സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ നോക്കിയോ? ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവർ സന്തോഷാധിക്യം, നമുക്കത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമുക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നത്? ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിലാണോ സന്തോഷം വരുന്നത്? അത് ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണോ സന്തോഷം വരുന്നത്? അപ്പോൾ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവർ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും, ശാരീരിക മാനസിക ക്ലേശങ്ങളുമുണ്ട്, വലിയ ദാരിദ്ര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും അവരുടെ ഉദാരത സമ്പത്തായി കരകവിഞ്ഞൊഴുകി. നമ്മളോ? നമ്മൾ പറയും ഈ സ്ഥിതിയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ. ആരോഗ്യം കിട്ടിയിട്ട് വേണം, സമയം കിട്ടിയിട്ട് വേണം, പൈസ കിട്ടിയിട്ട് വേണം, അല്ലേ? ഇപ്പം എന്തോരം ആളുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളൊക്കെ ആയിരുന്നു പ്രാർത്ഥിച്ചതെന്താ? എൻ്റെ ദൈവമേ, അനേക സമ്പന്നരെ കൃപാലയത്തിൽ കൊണ്ടുവരണേ, കൃപാലയത്തിൻ്റെ കെട്ടിടം പണി നടക്കണേ, ഇങ്ങനെ അനേറെ കൊണ്ടുവരണേ. നിൻ്റെ അതിലെന്തുണ്ട് എന്ന് കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അതിലൊന്നും ഇല്ല. ഉള്ളവനെ ആ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഈ പ്രാർത്ഥനയൊന്നും ഇതൊന്നും ഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കണതല്ലോ. ആരെ കൊണ്ടുവരാൻ? വേദപുസ്തകം പറയുന്നത് എന്താ? അവരുടെ കഠോരമായ ക്ലേശങ്ങൾ, കൊടിയ ദാരിദ്ര്യം, ഇതിൻ്റെ മധ്യത്തിൽ അന്യനെ സഹായിക്കുന്നത്, അവരനെ സ്നേഹിക്കുന്നവർക്കൊക്കെ വലിയ കരുണ കൃപയായി തോന്നിയെന്ന്, കരകവിഞ്ഞൊഴുകി. തങ്ങളുടെ എന്താ പറയുന്ന കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. എങ്ങനെ? തുറന്ന മനസ്സോടെ കരകവിഞ്ഞൊഴുകി അവരുടെ ഉദാരത, കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. വിശുദ്ധരെ
ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. വിശുദ്ധര്. അപ്പോൾ ആരാണ് വിശുദ്ധര്? ആരാ വിശുദ്ധര്? തീവ്രമായ ക്ലേശങ്ങളുടെ മധ്യയുള്ള പരീക്ഷയിലിരിക്കുന്നവർ, വലിയ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഈ കഷ്ടതകളിലും ഈ പ്രയാസങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് ധാരാളം പകർന്നു കൊടുക്കുന്നവരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കണേ? വിശുദ്ധരെന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ വിശുദ്ധരെ ആ കാലത്ത് ജീവിച്ചിരുന്നവരെ സഹായിക്കണമെന്ന് പൗലോസിൽ പറയുന്നു. ഇന്ന് നമ്മൾ സഹായിക്കുന്നോ? അങ്ങനെ ജീവിച്ച വിശുദ്ധരെ ഫോട്ടോ പതിപ്പിച്ചോ രൂപക്കൂട്ടിലാക്കിയോ പ്രതിമ ഉണ്ടാക്കിയോ വെച്ചിട്ട് അവിടെ നേർച്ചപ്പെട്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വിശുദ്ധന്മാരുടെ നാമത്തിൽ പള്ളിയെ സഹായിക്കുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി നമ്മൾ ദരിദ്രരാണെങ്കിലും ആ പെരുന്നാളിന് കൊടുക്കുന്നു, അതിന് കൊടുക്കുന്നു, ഇതിന് കൊടുക്കുന്നു. കൊടുക്കണം തെറ്റാന്നല്ല കേട്ടോ, അതൊക്കെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ചെയ്തു പോകണം. പക്ഷെ നമ്മൾ അറിവില്ലായ്മയിൽ നമ്മൾ ചെയ്താൽ ഈ വിശുദ്ധന്മാർ പോലും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കില്ല. കാരണം എന്താ? അവരെ നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാക്കി വയ്ക്കുകയല്ലേ. വേദപുസ്തകം എവിടെ കിടക്കും? വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളും വിശുദ്ധന്മാർ ജീവിച്ച കാര്യങ്ങളും ഒരു വശത്ത് നമ്മൾ മാറ്റി അങ്ങനെ കൂട്ടി വെച്ചേക്കുകയാണ്. അത് നമ്മൾ അനക്കണില്ല. മറുവശത്ത് നമ്മൾ വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവരൊക്കെ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചപ്പോൾ നമുക്ക് ധാരാളം ധനകർമ്മ മാർഗങ്ങൾ നടന്നു എന്ന് പറയുന്നു. നമുക്ക് വരം രാജ്യത്ത് പോകാൻ പറ്റി, നല്ല തൊഴിൽ നേടാൻ പറ്റി, നമ്മുടെ കൃഷി, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ ഈ പള്ളി മുറ്റത്തും പള്ളി നടയിലൊക്കെ അനേക ഭിക്ഷക്കാർ വന്നിരുന്ന് ഭിക്ഷയാചിക്കുന്നു. അവരെ തിരിഞ്ഞു നോക്ക പോലും ചെയ്യുന്നില്ല. പള്ളിയുടെ മതിലയിലൊക്കെ എഴുതി വെക്കുന്നു, ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ എഴുതി വെക്കുന്നു യാചക നിരോധന മേഖല. ഭിക്ഷക്കാർ ഇവിടെ ഇരിക്കാൻ വലിയ വലിയ പള്ളികളിൽ വലിയ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ വരുന്ന പള്ളികളിൽ എഴുതി വെച്ചേക്കാണ്. ഈ പള്ളി നടക്കുകയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്, ഇത് യാചക നിരോധന മേഖലയാണ്. സംഭവം മനസ്സിലായോ? അപ്പോൾ എങ്ങനെയപ്പോൾ അവിടെ നമുക്ക് ഈ ദൈവസ്നേഹം ഈ പാവങ്ങളിലേക്ക് പകരാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവസ്നേഹം പകരുന്നത് നമ്മളിൽ എന്തുണ്ടോ അത് വെച്ചാണ്. നമ്മളിൽ എന്തുണ്ടോ അതുകൊണ്ട് നമ്മൾ ദൈവസ്നേഹം പകരുമ്പോൾ ആണ് പത്രോസ് പറഞ്ഞ്, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കൊന്നുമില്ല, നീ ആഗ്രഹിക്കുന്ന പൊന്നോ വെള്ളിയോ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അതാണ് വലിയ സമ്പത്ത്, യേശുവിൻ്റെ നാമം. ആ യേശുനാമത്തിൽ അവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു, അവൻ എഴുന്നേറ്റു. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്, യാചകരെ കണ്ടെത്തി വിവിധ പുനരധിവാസ ഭവനങ്ങളിൽ നമ്മൾ താമസിപ്പിക്കും. അവനെ യാചിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് മനുഷ്യസ്നേഹം, ദൈവസ്നേഹം, നീതി, സാഹോദര്യം, സമത്വം ഇതൊക്കെ അവനെ പഠിപ്പിക്കുകയാണ്. അതിനപ്പോൾ എഴുന്നേൽപ്പിക്കാൻ ആൾ വേണ്ടേ? ചിരിക്കാൻ ആൾ വേണ്ടേ? സ്നേഹത്തോടെ നോക്കാൻ ആൾ വേണ്ടേ? തലോടാൻ ആൾ വേണ്ടേ? അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം യേശു ഒരു ഭിക്ഷക്കാരനെ വളരെ സ്നേഹത്തോടെ അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 35 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ സ്നേഹം എപ്പോഴും ഏറ്റവും താഴെ കടയിലേക്ക് പോകണം. ഏറ്റവും താഴെയുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മുടെ സ്നേഹം നമുക്ക് പകരാനായിട്ട് കഴിയണം. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കാൻ തക്കവണ്ണം വിലപിടിപ്പുള്ളവരെയും നമുക്ക് സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള കഴിവും പ്രാപ്തിയുള്ളവരെയും സ്നേഹിച്ചതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ല എന്ന് വളരെ വ്യക്തമായി യേശു സംസാരിച്ചിട്ടുണ്ട്.
35-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെ വാക്യങ്ങളും, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 6 മുതൽ 52 വരെ വാക്യങ്ങളിലും അത് എഴുതി വച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കുകയാണ്. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്ന് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയൊരു മഹത്തരമായൊരു കാര്യമാണ് നടന്നത്. ഈ ഭാഗം നമ്മൾ സുവിശേഷം കേട്ടിട്ടുണ്ട്, സുവിശേഷ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഈ ഭാഗം നമ്മൾ സുവിശേഷ പ്രസംഗം പറഞ്ഞു കേട്ടിട്ടില്ലേ? എങ്ങനെ കേട്ടേക്കണേ? യെരിഹോ തെരുവിലിരുന്ന ആ കുരുടൻ നിലവിളിച്ചതുപോലെ നമ്മൾ അലറി വിളിക്കുക. ദൈവം അവിടെ നിന്ന്, യേശു അവിടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരും. ഇതാണ് നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് കേട്ടിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ കേട്ടേക്കണമൊക്കെ അങ്ങനെയാണ്. ഒരുപാട് പ്രാസംഗികർ ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നെ എങ്ങനെയാണ്, ആ കുരുടൻ ആ യെരിഹോ തെരുവിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അനുഗ്രഹം മേടിച്ചതുപോലെ നിലവിളിക്കുക. എത്ര ശബ്ദത്തിൽ. അപ്പോൾ നമ്മളോട് പറയും, അധികാരികളൊക്കെ നമ്മളോട് മിണ്ടാതിരിക്കാൻ പറയും. എന്തിനാ കോലാഹലം ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കും. ഈ പള്ളിയിലൊന്നും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയും, സ്തുതിക്കാൻ പാടില്ല എന്ന് പറയും. ഒന്നും വകവെക്കരുത്, അത്യുച്ചത്തിൽ സ്തുതിച്ച് കാര്യങ്ങൾ നേടിക്കൊള്ളണം. അങ്ങനെയാണ് നമ്മൾ സ്തുതിപ്പ് തുടങ്ങിയത്. കുരുടൻ്റെ ഒരു മാതൃക, കുരുടൻ്റെ ഒരു മാതൃക. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ മാതൃക നമ്മൾ എടുത്തിട്ടില്ല, കുരുടൻ്റെ മാതൃക എടുത്തിരിക്കും. അങ്ങനെയെങ്കിലും ഒരു ഗുണം ആ കുരുടൻ വഴി നമുക്ക് കിട്ടിയല്ലോ. ആ കുരുടൻ ആർത്ത് നിലവിളിച്ചതുപോലെ നിലവിളിക്കാം. പക്ഷെ അതല്ലോ അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത്, ഭിക്ഷയാചിക്കുന്നവനാണെങ്കിലും കാര്യങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഭിക്ഷക്കാരെ താഴ്ന്നവരായിട്ടല്ലേ കാണുന്നത്. അറിവില്ലാത്തവർ, വെളിവില്ലാത്തവർ, ജീവിക്കാൻ പഠിക്കാത്തവർ, ജീവിതം അറിയാത്തവർ, ജീവിതം നശിപ്പിച്ച് കളഞ്ഞവർ, ചിലപ്പോൾ പാപികളായിരിക്കും. നമ്മൾ പലപ്പോഴും പറയും ചിലപ്പോൾ കള്ളന്മാരായിരിക്കും. നമ്മൾ ഭിക്ഷ കൊടുക്കാനായിട്ട് കുനിയുന്ന സമയത്തായിരിക്കും കിടന്ന് മാല പൊട്ടിച്ചുകൊണ്ട് ഓടണേ. എൻ്റെ പൊന്നെ, ആ ഭാഗത്തേക്കേ നമ്മൾ പോകണ്ട, ചിലപ്പോൾ രോഗം പകരും. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ ഭിക്ഷയൊക്കെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് എറിഞ്ഞാ. നമ്മളൊരു 3 അടി 4 അടി അകലെ നിൽക്കും, ആ തുണിയിലേക്ക് ഇങ്ങനെ പൈസ എറിഞ്ഞിടും, കുനിയ പോലുമില്ല അല്ലേ? പ്രഭാഷകന്റെ പുസ്തകം വായിച്ചു, നായകനെ നമിക്കുക, പാവപ്പെട്ടവരുടെ മേൽ സമാധാനത്തോടെ കുനിഞ്ഞ് അവൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയാം. അപ്പോൾ ഈ മനുഷ്യൻ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആരാണ്, എന്താണ് അവിടെ ശബ്ദത്തിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചു. അവിടെ പറയുകയാണ്, നസ്രായനായ യേശു കടന്നു പോകുന്നു ഇതിലെ. അപ്പോൾ അവൻ വിളിക്കുകയാണ്, നസ്രായനായ യേശുവേ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ. അപ്പം മിശിഹ വരുമെന്ന്, തങ്ങളെ രക്ഷിക്കാൻ, തങ്ങൾക്ക് ഒരു ഉദ്ധാരണത്തിന് വേണ്ടി കർത്താവ് വരുമെന്ന് ആർക്കറിയാം?
ഭിക്ഷക്കാരനറിയാം, ഭിക്ഷക്കാരനറിയാം. നമ്മൾ ഭിക്ഷക്കാരനൊന്നും അങ്ങനെ വെറുതെ വില കുറഞ്ഞ ആളായിട്ട് മാറ്റരുത്. അവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, മശിഹായെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ മശിഹായാണെന്ന് കേട്ടപ്പോൾ തൻ്റെ ഈ ഭിക്ഷപാത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് തനിക്കൊരു മോചനം കിട്ടുമെന്ന് അവൻ വിചാരിച്ചു. അപ്പോൾ അവനോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് അവൻ ഉറക്കെ വിളിച്ചപ്പോൾ. അതല്ല അവൻ്റെ പ്രശ്നം. അവൻ ആരെ കണ്ടു? അവനെ സ്നേഹിക്കുന്ന, അവനെ ബഹുമാനിക്കുന്ന, അവനെ ആദരിക്കുന്ന, അവനും ഉയർച്ച ഉണ്ടെന്ന് കേട്ടിട്ടുള്ള, അല്ലേ? അങ്ങനെയല്ലേ ബൈബിളിൽ നിങ്ങൾ കേട്ടേക്കണേ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്കറിയോ? കാണാതറിയോ? ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം എന്താണ്? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തിലെ പ്രാർത്ഥന തുടങ്ങാറ്. മറന്നു പോണതാണ്, ശരിയല്ലേ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. എന്താ? ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ. നമ്മളും ചിന്തിക്കണം, ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ ആ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എൻ്റെ മേൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് ഭിക്ഷക്കാരനറിയാം. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവന് വിടുതലും പീഡിതന് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വർഷം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ പുസ്തകം മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ചു. ഇന്ന് ഈ തിരുവചനം നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു, അല്ലേ? നിങ്ങൾ ബൈബിൾ നോക്കി കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ, അല്ലേ? എന്നിട്ട് മിണ്ടണില്ല. എന്താ എഴുതിയിരിക്കുന്നത്? ഇന്ന് ഈ തിരുവഴുത്തിന് നിവർത്തി വന്നു. അപ്പോൾ ഇതാരെഴുതിയതാ? അവൻ സിനഗോഗിൽ എഴുന്നേറ്റു, ശുശ്രൂഷക്കാരനോട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ചോദിച്ചു, പുസ്തകം എടുത്ത് വായിച്ചു. എന്താണ് വായിച്ചത്? ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിൻ്റെ ആത്മാവ്, അല്ല അങ്ങനെയല്ലേ? 16-ാമത്തെ വാക്യം, 16, താൻ വളർന്ന നസ്രത്തിൽ അവൻ പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അത് എവിടെ എഴുതിയിരിക്കുന്ന? യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, 58-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന് 1-2. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, അത് കറക്റ്റാണ്, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. വേദപുസ്തകം ഒന്നും അറിയോ? ഇല്ല. അപ്പോൾ ഇന്ന് ഈ തിരുവഴുത്ത് നിവർത്തി വന്നു. ഈ തിരുവഴുത്തിന് ഇന്ന് ഇവിടെ നിവർത്തി വന്നു. അപ്പോൾ ഈ യാചകൻ അന്നും അവിടെ ആ ഭാഗത്ത് യാചിക്കുന്നുണ്ടായിരുന്നെങ്കിലോ? ഈ വേദപുസ്തകം വായിച്ച ഭാഗത്ത് യേശു അന്ന് സിനഗോഗിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഈ യാചകൻ അവിടെ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ കേട്ടില്ലേ? ഞങ്ങളെപ്പോലുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമായി, ഞങ്ങളെപ്പോലുള്ളവർക്ക് രക്ഷയ്ക്ക് നിദാനമായി ഒരാൾ വന്നിട്ടുണ്ട്. ദാവീദിൻ്റെ കുലത്തിൽ നിന്ന്, ദാവീദിൻ്റെ വേരും കൊമ്പുമായവൻ, അല്ല അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ആ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. അവൻ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ആരായിപ്പോയി? ആ ഭിക്ഷക്കാരനായി പോയി എന്നേ ഉള്ളൂ. അവൻ അറിവും പാണ്ഡിത്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ ആരവം കേട്ടപ്പോൾ ആരാണ് കടന്നു പോകുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അത് ദാവീദിന്റെ പുത്രനായ യേശുവാണെന്ന് അറിഞ്ഞു. അപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടുവന്നവർ അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു. എന്തു ചെയ്തു? അവനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അടുത്തു വന്നപ്പോൾ
യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പൈസയൊന്നും ചോദിച്ചില്ല. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ടോ തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ, ഇപ്പോൾ അവൻ ആരായി മാറി? കാഴ്ച കിട്ടിയപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന മെച്ചക്കാരനായി. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ അവരോട് എന്താ പറഞ്ഞ്? നിശബ്ദനായിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? എല്ലാവരും ദൈവത്തെ, ഇവൻ യേശുവിൻ്റെ കൂടെ വരുന്നത് കണ്ട് എന്ത് സംഭവിച്ചു? എല്ലാവരും ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ഭിക്ഷ കൊടുക്കുന്നതും കൂടെ കൊണ്ടുവരുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ലേ? അപ്പം നമ്മുടെ കൂടെയുള്ള ഭിക്ഷക്കാരൊക്കെ, യാചകരായിട്ടുള്ള മക്കളൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടോ? അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ അടുത്തൊരു പ്രാർത്ഥനയാണ്, ഈ മക്കൾക്ക് ആവശ്യമായ മരുന്നും സ്നേഹ ശുശ്രൂഷയും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകുകയും പ്രാർത്ഥനയിലൂടെയും ആത്മീയ ശുശ്രൂഷയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മറ്റും ഇവരുടെ ആത്മീയവും മാനസികവുമായ വളർച്ചയെ സഹായിക്കുകയും തകർന്ന കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തി അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ? എന്തൊക്കെ ചെയ്യുന്നത്? തെരുവിൽ നിന്ന് ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയാൽ അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് രോഗത്തിന് ചികിത്സ, സ്നേഹം, പലവിധ തൊഴിലുകളുടെ പരിശീലനം, അല്ലേ? അങ്ങനെ അവരുടെ ആത്മീയവും മാനസികവുമായ എന്താ പറയുന്ന ഒരു ഉത്കർഷം, ഒരു വളർച്ചയ്ക്ക്, തന്നെയല്ല അവരുടെ തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഇവർ മോശമായി പോയപ്പോൾ ഇവരുടെ ബന്ധമൊക്കെ തകർന്നല്ലോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് താമസിക്കുന്ന പ്രത്യാശഭവനിലും കൃപാലയത്തിലൊക്കെ താമസിക്കുന്ന മക്കളെ അവരുടെ കുടുംബക്കാർക്ക് വേണ്ട, ഫോൺ എടുക്കണില്ല. പലരും വിളിച്ചിട്ട് വീട്ടുകാർ കൊണ്ടുവന്നാക്കിയതല്ല, വഴിയെന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവരുടെ ഓർമ്മ വെച്ചിട്ട് ഇവർ അഡ്രസ്സ് പറഞ്ഞാൽ അവർ ഫോൺ എടുക്കണില്ല. അബദ്ധവശാലൊക്കെ ഒരു ദിവസം എടുത്തപ്പോൾ നമ്മൾ പറയുകയാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന ആളുടെ സ്വന്തക്കാരല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരിക്കലും ഫോൺ എടുക്കുന്നില്ല. കാരണം കുടുംബ ബന്ധം തകർന്നു പോയി. ഇവരുടെ പോരായ്മ കൊണ്ട്, ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇവർക്ക് നല്ലൊരു കുടുംബ ബന്ധം പുലർത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവരുടെ കുടുംബ ബന്ധം തകർന്നു പോയി. അപ്പോൾ ഈ കുടുംബ ബന്ധത്തെ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് തിരിച്ചു കിട്ടിയത്? എനിക്ക് കിട്ടിയത് കുടുംബബന്ധം ആണ്. ഞാൻ ഫസ്റ്റ് ധ്യാനം കൂടിയിട്ട് വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നിനക്ക് മനസ്സിന് വിഷമിക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ്, കല്യാണം കഴിച്ചിട്ട് 5 വർഷമായി, 5ാമത്തെ വർഷം ഞാൻ ധ്യാനം കൂടുന്നത്, ആ 5 വർഷത്തിനുള്ളിൽ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് നിൻ്റെ മനസ്സിൽ ഒരു വേദനയായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ഞാൻ കാല് ചുംബിച്ചു. പിറ്റേ ആഴ്ച ഭാര്യ ധ്യാനത്തിന് പോയി. പുള്ളിക്കാരത്തി ഇതുപോലെ ധ്യാനം കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 5 കൊല്ലം കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ധ്യാനം കൂടിയപ്പോൾ എന്നോട് ക്ഷമിക്കണം. ഭാര്യയും കാല് ചുംബിച്ചു. ഇന്ന് ഞങ്ങൾ അതിന് ശേഷം ഇപ്പോൾ 36ാമത്തെ വർഷമാണിത്. ഈ ധ്യാനം കൂടിയതിന് ശേഷമുള്ള 36ാമത്തെ വർഷം. ഈ 36 വർഷവും പരസ്പരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു പോയാൽ തന്നെ, വരാറില്ല, വന്നു പോയാൽ തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ധ്യാനം കൂടിയിട്ട് എനിക്ക് എന്താ കിട്ടിയേ? തകർന്ന കുടുംബ ബന്ധങ്ങൾ, കുടുംബ സമാധാനമല്ല, കുടുംബത്തിൽ നിന്ന് സമാധാനം ഉണ്ടെന്നല്ല ഇവിടെ വിചാരം.
ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ സമാധാനമാണ്, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടോ എന്ന് എൻ്റെ കൂടെ ജീവിക്കുന്നവരോട് ഇന്ന് ചോദിക്കണം. ആ പുള്ളിക്കാരൻ വഴി വല്ല എൻ്റെ പൊന്നെ കുറച്ച് കുറവുണ്ടെന്നുള്ളതല്ലാതെ, പറഞ്ഞു മനസ്സിലായില്ലേ? പണ്ടത്തെ പോലെ അല്ല, കുറച്ച് കുറവുണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ പോണതുകൊണ്ട് എന്ന് പറഞ്ഞതല്ലാതെ സമാധാനം ഉണ്ടാക്കിയെന്ന് പറ്റി പറയാനൊന്നും പറ്റൂല. അതൊക്കെ നമുക്ക് സമാധാനം അല്ല. തകർന്ന ബന്ധം തകരാമായിരുന്നു, രണ്ടും രണ്ട് വഴിക്ക് പോകാമായിരുന്നു, പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകാമായിരുന്നു. അത് ദൃഢമാക്കി കിട്ടി, പരിഹരിക്കപ്പെട്ടു. പ്രശ്നമൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴുണ്ട് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ദേഷ്യം വരും, വാശി പിടിക്കും, ലഹളയുണ്ടാക്കും. പറഞ്ഞ മനസ്സിലായേ? പക്ഷെ അതൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും തകർന്നിട്ടില്ല. അപ്പോൾ ആ തകർന്ന ബന്ധം തിരിച്ചു കിട്ടി. പക്ഷേ ഈ മക്കൾക്ക് ഇന്നുവരെ അത് കിട്ടിയിട്ടില്ല. നമ്മുടെ കൂടെ താമസിക്കുന്ന യാചകരായി നടന്ന മക്കളെ നമ്മൾ കൊണ്ടുവന്ന് സ്വീകരിച്ച്, അത് വഴിയെന്ന് പോലീസുകാർ, ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നാകട്ടെ, ഗവൺമെൻറ്റിൻ്റെ മാനസിക ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന അനാഥരായെന്ന് പറയുന്ന രോഗികളായിക്കൊള്ളട്ടെ, നമ്മൾ പണ്ട് കാലത്ത് നേരിട്ട് വഴിയെന്ന് പിടിച്ചുകൊണ്ടുവന്ന സഹോദരന്മാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ, അവരുടെ കുടുംബ ബന്ധങ്ങൾക്ക് അവർക്ക് തീർച്ചയായിട്ടും ദൃഢപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തുന്നില്ല. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മൾ നടത്തണം. തകർന്ന കുടുംബങ്ങൾ ദൃഢപ്പെടുത്തിയവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മളിലൂടെ ചെയ്തു തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥന മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ആവശ്യമാണോ? ഈ യാചകർക്ക് ഒരു കൂടി വന്നാൽ ഒരു രൂപ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ 10 രൂപ, ഇതിൽ കൂടുതൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് എപ്പോഴും നിൽക്കണേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ യാചകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില്ലറ മാറ്റി വെക്കും. പള്ളിയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് മലയാറ്റൂർ പള്ളിക്കൊക്കെ പോകുമ്പോൾ ചില്ലറ മാറാൻ പറ്റൂല, തിരക്കല്ലേ. അപ്പോൾ ഇവരുടെ പാത്രത്തിൽ നിന്ന് മാറാൻ പറ്റുമോ? മനസ്സിലായോ? അതുകൊണ്ട് അങ്ങോട്ട് എടുത്തത് ഇങ്ങോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില്ലറയാക്കി തന്നെ ഇവിടുന്ന് പോകും. ആ എന്നെയൊക്കെ ദൈവം ഭയാനകമായിട്ട് മാറ്റിമറിച്ചു. മലയാറ്റൂരൊക്കെ ഇരുന്ന് ഭിക്ഷയാച്ചിരുന്ന ഭിക്ഷക്കാരുടെ കൂടെ ഇരുന്ന് അവരുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. അവർ കുളിച്ചിട്ടില്ല, അലക്കിയിട്ടില്ല, വസ്ത്രം മാറുന്നില്ല, ദിവസങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവരെ ഭിക്ഷയ്ക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ ഏജൻറ്റുമാർ അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കണം, അതിന് പൈസ വേറെ. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ കൈകൊണ്ട് ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന അനുഭവം പല ആവർത്തി ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം? അത് അവരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ മിടുക്കല്ല, ദൈവം അത്രമാത്രം അവരെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവനാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കാതെ പോയത്, സ്നേഹം മനസ്സിലാക്കാതെ പോയത്, അതുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടതും അവഗണിക്കപ്പെട്ടതും സ്വയം വെറുത്തും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടും ആയവർ ഈ ഭിക്ഷാടകരും മാനസിക രോഗികളാണെന്നുള്ള തിരിച്ചറിവിൽ ക്രിസ്തു നമ്മളെ അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നത് ദൈവമാണ്. അവരെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവരുടെ തൊഴിലുകളൊക്കെ പരിശീലിപ്പിക്കാനും കൗൺസിലിംഗ് നടത്താനും അതൊക്കെ നമ്മളെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തരുന്നത് ദൈവമാണ്. പക്ഷെ നമ്മൾ ഇറങ്ങുമോയെന്നാണ് ചോദ്യം. ഇറങ്ങുമോ? ചെയ്യാനായിട്ട് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സമൂഹത്താൽ പുറന്തള്ളപ്പെട്ടവരെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പഠനവും ഗവേഷണവും നടത്തുകയും ഇവ നടത്തുന്നതിന് പ്രോത്സാഹനം കൊടുക്കുവാനും
അവരുടെ അഭിവൃദ്ധിക്കായി ലൈബ്രറി, വായനശാലകൾ, കലാകായിക കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുവാനും ഈ മേഖലയിൽ അറിവും പരിജ്ഞാനമുള്ള വ്യക്തികളെ കൂട്ടായ്മയിലേക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമൂഹത്താൽ പുറന്തള്ളപ്പെട്ടവരെ സംബന്ധിക്കുന്ന വിവിധ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ പുറന്തള്ളപ്പെടാൻ വിവിധ കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു തളർവ് രോഗി സൗഖ്യം കിട്ടാനായിട്ട് 38 വർഷം കിടന്നു. നമുക്കറിയാവുന്ന ഒരു വേദഭാഗമല്ലേ അത്, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വർഷം കിടന്നു? 38 വർഷം കിടന്നു. 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ യേശു അവനോട് ചോദിക്കുന്ന 6-ാമത്തെ വാക്യത്തിൽ, നിനക്ക് സുഖമാകാൻ ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. അപ്പോൾ പുറന്തള്ളപ്പെട്ടതിൻ്റെ കാരണം എന്താ? അവനെ സഹായിക്കാൻ ആരുമില്ല. സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താ? വർഷത്തിൽ 2 പ്രാവശ്യം അവിടെ ആ ദൂതനിറങ്ങി വെള്ളം കലകുമെന്നാണ് അവർ നമ്മൾ വായിക്കുന്നത്. മുപ്പത്തിയെട്ട് വർഷമായി അവൻ അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ 38 വർഷമായിട്ട് ഇവൻ പുറന്തള്ളപ്പെട്ടവനാണ്. പിന്നെ അന്വേഷിക്കാനോ കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ആരുമില്ല. അന്വേഷിക്കാൻ ആരുമില്ല, കൂട്ടിക്കൊണ്ടുപോകാനും ആരുമില്ല. ശരിയല്ലേ? ഇപ്പം നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ വഴിയിലൊക്കെ അല്ലെങ്കിൽ കടത്തിണ്ടയിലൊക്കെ മരിച്ചു കിടക്കുന്ന ആളുകളുണ്ട്. മരിച്ചു കിടക്കുമ്പോൾ പറഞ്ഞു, എത്ര കൊല്ലമായി നമ്മുടെ നാട്ടിൽക്കൂടെയൊക്കെ ഭിക്ഷ എടുത്ത് വന്നു, ഇതിപ്പം അവിടെ മരിച്ചു കിടക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പറയും 10-30 കൊല്ലം എന്നെയൊക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ, എങ്കിൽ അമ്മമാർ പറഞ്ഞാൽ കേട്ടിട്ട്, എന്നെയൊക്കെ കെട്ടിക്കൊണ്ടുവരുന്ന കാലത്ത് ഈ പ്രദേശത്തേക്കൊക്കെ ഭിക്ഷ എടുത്ത് നടക്കുന്ന ആളുണ്ട്. ഏത് നാട്ടുകാരനെന്നറിയില്ല, ഏത് ഭാഷയാണെന്നറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞു കേട്ടു, അല്ലേ? ശരിയല്ലേ? അന്നൊക്കെ ഈ പഞ്ചായത്തുകാരോ കോർപ്പറേഷൻകാരോ മുനിസിപ്പാലിറ്റിക്കാരോ ഒക്കെ വന്നിട്ട് ഒരു പായും ഒരു ഭാരവണ്ടിയൊക്കെ ആയിട്ട് വന്ന് അതിനകത്ത് പോലീസുകാരോട് കൂടി വന്ന് പൊതിഞ്ഞ് കെട്ടി ഒരു ഭാരവണ്ടിയിൽ വലിച്ച് കൊണ്ടുപോകും. ഇന്നതുപോലെ ആംബുലൻസ് ഒന്നുമില്ല. ഈ ഭാരം വഹിക്കണ കൈവണ്ടിയിൽ അതിനെ വലിച്ചു കെട്ടി കൊണ്ടുപോകണത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പായി പൊതിഞ്ഞ് ആലുവ ഗവൺമെൻറ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അനാഥരായ ബോഡി അവിടുന്ന് മുനിസിപ്പാലിറ്റി ജോലിക്കാർ ഭാരവണ്ടിയിൽ വലിച്ച് പോലീസുകാരോടുകൂടി ഇവിടെ ഈ കൊച്ചിൻ ബാങ്കിൻ്റെ അവിടെ ഒരു ശ്മശാനമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൊച്ചിൻ ബാങ്കിൻ്റെ അവിടുന്ന് കൊടിയോത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ശ്മശാനമുണ്ട്, അവിടെ അടക്കാൻ കൊണ്ടു. അപ്പോൾ ഒരു പായ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഒരു കൈവണ്ടിയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കണം. കാണുമ്പോൾ അറിയാം നമുക്കത് ഇന്ന സംഭവമാണെന്ന്. പുറന്തള്ളപ്പെടാനുള്ള കാരണം അവന് സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ആരുമില്ല. ഇന്നും വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ ഉള്ളൂ. ഭൂരിപക്ഷം ആളുകളും ഇന്നും അതിന് തയ്യാറായിട്ടില്ല. പുറന്തള്ളപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താൻ ആരും തയ്യാറല്ല. കാരണം എന്താണ്? അവരെ നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിയാൽ നമ്മൾ ഒറ്റപ്പെടുമെന്ന ഒരു വിചാരം എപ്പോഴും ഉണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ മനസ്സും മനസാക്ഷിയൊക്കെ നിൽക്കുന്നത് നമ്മളെക്കാൾ ഒരുപടി കൂടി മുന്നിലുള്ളവരെ ചേർത്ത് പിടിക്കാനാണ്. അവരുടെ കൂട്ടുകെട്ടാണ് നമുക്ക് സന്തോഷം തരുന്നത്, ലാഭമുണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ ഇന്നും അങ്ങനെ ആളുകൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ ചില അമ്മമാർ പുറന്തള്ളപ്പെടുന്നുണ്ട്. അവരുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അവരങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യമില്ലല്ലോ. മകനും മരുമകളും ടൂർ പോകുമ്പോൾ അമ്മ പോകേണ്ട ഒന്നെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? അവർ ഭാര്യയും ഭർത്താവും ടൂർ പോകണേന് ഈ അമ്മ അതിൻ്റെ അകത്ത് എന്തിനാ എടുക്കാറ് അവിടെ? മനസ്സിലായില്ലേ? പക്ഷെ അമ്മ ഒന്ന് കൊതിക്കുകയാണ്. എന്താ കൊണ്ടുപോയതിലും വേണ്ടില്ല, ഒന്ന് പോരുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം അവരെത്തി ഒന്ന് ഒതുങ്ങിയിട്ട് എന്നാൽ അമ്മ പോരെ, അമ്മയും കൂടി പോരെ, അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അല്ലെങ്കിൽ ചാച്ചനും പോരെ, അപ്പച്ചനും പോരെ
നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് നടന്നു, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്ത് നടന്നോളാം എന്ന് പറയാൻ ഇവർക്കും കഴിയണില്ല. അപ്പം പുറന്തള്ളപ്പെടുകയാണ് അല്ലേ? അമ്മയ്ക്ക് ദേഷ്യം വൈരാഗ്യം കൂടുകയാണ്. കാരണം അമ്മ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അമ്മേനെ കൊണ്ടുവരുന്ന അമ്മയുടെ ചെറുപ്പത്തിൽ ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അമ്മയുടെ അമ്മാനപ്പനോ അമ്മായിയമ്മയോ ഭർത്താവോ സാമ്പത്തിക പ്രശ്നം ഒരു വശത്തുണ്ടായിരിക്കുമ്പോൾ തന്നെ ഇവ കാര്യങ്ങൾക്കൊന്നും മുൻതൂക്കം കൊടുത്തിട്ടില്ല. അന്ന് ഇന്നത്തെ പോലെ ധൈര്യമായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുറന്തള്ളപ്പെട്ടു എന്നൊരു വിചാരം. അവർ ടൂറൊക്കെ പോയി 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായി. കാരണം ആ 24 മണിക്കൂർ 48 മണിക്കൂർ നമ്മളെന്താ ചിന്തിച്ചു കൂട്ടിയേ? പുറന്തള്ളപ്പെട്ടു 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 പുറന്തള്ളപ്പെട്ടു. അപ്പം ഈ പുറന്തള്ളപ്പെട്ടതിനെ കുറിച്ച് പഠിക്കണ്ടേ? പുറന്തള്ളപ്പെടാൻ കാരണമെന്നൊന്ന് ഗവേഷണം നടത്തണ്ടേ? അപ്പം ഞാനൊക്കെയാണ് അവിടെ വരണമെങ്കിൽ എന്താ വെച്ച് ഇങ്ങനെ സങ്കടത്തിലിരിക്കണമെന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വരുമ്പോൾ അമ്മച്ചി പുറന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പുറന്തള്ളപ്പെടേണ്ടവരല്ലേ അല്ലേ? നമ്മൾ പുറന്തള്ളപ്പെടേണ്ടവരല്ലേ? അതിനെന്തിനാണ് നമ്മൾ സന്തോഷം? നമ്മുടെ കർത്താവിനെ പുറന്തള്ളിയില്ലേ? നമ്മൾ ആ ദൈവസ്നേഹത്തെ പ്രതി അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഉയർത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പറഞ്ഞു മനസ്സിലല്ലേ? അപ്പോൾ ആ വ്യക്തി ഉള്ളിലൊരു സ്നേഹം രൂപപ്പെടുത്തും. എന്താണ്? എന്നെ മനുഷ്യൻ പുറന്തള്ളിയാലും ദൈവം എന്നെ പുറന്തള്ളുന്നില്ല. അപ്പോൾ പുറന്തള്ളപ്പെട്ടവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ പുറന്തള്ളപ്പെട്ടവരെ പഠിച്ചു വരുമ്പോൾ ഈ പുറന്തള്ളപ്പെട്ടവർ തന്നെ കുഴപ്പക്കാർ ഭൂരിപക്ഷവും. ഇപ്പം ഞങ്ങൾ പല അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ വീടുകളിൽ ഒരമ്മച്ചീനെ വീടുകളിൽ കൊണ്ടു ചെല്ലാനായിട്ട് തീരുമാനമെടുത്ത് മകനെ അമ്മ പറഞ്ഞു മകൻ എന്നെ വിളിച്ചാലൊന്നും അവൻ സമ്മതിക്കില്ല, നമുക്കങ്ങ് പോകാമെന്ന് പറയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മകൻ ഭയങ്കര ഷൗട്ടിങ്ങും ഒക്കെയാണ്. ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അയാൾ ശാന്തമായി കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ സിറ്റ് ഔട്ടിൽ കയറ്റിയിരുത്തിയിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ അമ്മ സത്യത്തിൽ വ്യഭിചാര ജീവിതം നയിക്കുകയാണ് രഹസ്യമായിട്ട്. ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം മക്കൾ ചെറുതുങ്ങളായിരിക്കും, 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് രഹസ്യബന്ധങ്ങളുണ്ട്. അത് പിള്ളേർ വലുതായി പിള്ളേരെ കല്യാണം കഴിഞ്ഞിട്ടും അമ്മ നിർത്തിയിട്ടില്ല. സാമ്പത്തികമുള്ള കുടുംബമാണ്. പറഞ്ഞു മനസ്സിലായി? പുറം തള്ളി എന്നാണ് അമ്മ പറയുന്നത്. മക്കൾക്ക് ഞാനെല്ലാം എഴുതി കൊടുത്തപ്പോൾ എന്നെ പുറം തള്ളി. നമ്മൾ അതുവരെ അത് കേട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മകൻ പറഞ്ഞപ്പോഴാണ് ഈ പുറം തള്ളപ്പെടാനുള്ള കാരണം തള്ളപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു വിധിയല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പുറന്തള്ളാണ്ടായ കാരണവും പുറന്തള്ളപ്പെടുന്നതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് ഒരു സമഗ്രമായ ഒരു സമീപനം നമ്മൾ നടത്തും. നമ്മൾ ഈ എല്ലാവരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഈ കാരണവും കൂടി കണ്ടുപിടിക്കും. കാരണം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു പരിചരണമാണ് നമ്മൾ നടത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ പുറന്തള്ളപ്പെട്ടവർക്ക് എന്താണ്? പുറന്തള്ളപ്പെട്ടു ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ സംഭവിക്കേണ്ടത് എന്താ? അവർക്ക് ആവശ്യമായ സ്നേഹം ബഹുമാനം മാത്രം മതിയോ? അറിവ് നേടണം, പഠനം വേണം അല്ലേ? നമ്മളിവിടെ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? അവരുടെ അഭിവൃദ്ധിക്കായി ലൈബ്രറി, വായനശാലകൾ, കലാകായിക കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുവാനും ഈ മേഖലയിൽ അറിവും പരിജ്ഞാനമുള്ള വ്യക്തികളെ കൂട്ടായ്മയിലേക്ക് നൽകി അനുഗ്രഹം. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കണം. അപ്പോൾ എത്ര വലിയ മഹത്തരമായൊരു പ്രാർത്ഥന നമ്മൾ നടത്തണേ അല്ലേ? നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ആഹാരം. നമ്മുടെ ചിന്തയിൽ എന്താ? നമ്മുടെ ചിന്തയിൽ പ്രത്യാശ ഭവനിലും കൃപാലയത്തിലെ ആളുകൾക്ക് ചോറും കൂട്ടാനും കൊടുക്കണം അല്ലേ? പക്ഷേ ശരിക്കും എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നിങ്ങളെത്ര മാസങ്ങളായിട്ട് ഇത് പ്രാർത്ഥിക്കുകയാണ്, ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്.
പക്ഷെ ആർക്കൊന്നും മനസ്സിലാവണില്ല. ഇത് എന്താ അതിൻ്റെ കാര്യമെന്നാണ് ചോദിക്കുന്നത്. ലൈബ്രറി എന്തിനാ അല്ലേ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കണ്ടോ? നിങ്ങൾ തല ഉയർത്തി നോക്കി. ഇത് ഈ ആർക്ക് ഈ ഭിക്ഷക്കാർ ഈ പ്രത്യാശഭവനിലെ കൃപാലയത്തിലെ ആളുകൾക്ക് മാറ്റി അവർക്ക് ലൈബ്രറി. നമ്മളിപ്പോൾ ഇവിടെ ലൈബ്രറി ഒക്കെ നമ്മൾ മലയാളത്തിൽ ഒരു ലൈബ്രറി പണിയാൻ പോകുന്നു. MLA ഫണ്ടൊക്കെ എടുത്തിട്ടില്ല, എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ലൈബ്രറി പണി. അത് ആർക്കാ സംഭവം? മനസ്സിലായോ? അതൊക്കെ വലിയ വലിയ ആളുകൾ, സമൂഹത്തിൽ അറിവും പാണ്ഡിത്യമൊക്കെ ഉള്ള വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ചെന്നിരുന്ന് വായിക്കണം. ഇവർക്ക് കഞ്ഞും കൂട്ടാനും പറയുന്നു. ഇവർക്ക് ഒരു ബിരിയാണി കൂടി വന്ന ഫ്രൈഡ് റൈസ് അല്ല 3000 രൂപയുടെ ഊണൊക്കെ ഇവർക്ക് വേണോ? അപ്പോൾ 3000 രൂപയുടെ ഊണൊക്കെ വിളിച്ചു വരുന്ന അതിഥികൾക്കൊക്കെ മറ്റേ ഇവരുടെ ലുലു കൺവെൻഷനിലൊക്കെ നടത്തുന്ന ആളുകളൊക്കെ നമ്മളെ വിളിച്ചു പറയും നമ്മുടെ പരിപാടി ഇന്ന സ്ഥലത്താണ്, അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ചെമ്മാസം വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളിവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആ ദിവസം തന്നെ ആ സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ തരാം. അതിൻ്റെ പൈസ എത്രയാ? 10000, ഒരു ചിക്കൻ കറി, ഒരു മോര് കറി. പറഞ്ഞ മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് വേണ്ടാന്ന്, അതിനപ്പുറത്തേക്കുള്ള പാകതയോ സാഹചര്യങ്ങളോ ഇവിടെ ഇല്ല. പറഞ്ഞു മനസ്സിലായോ? അതിനപ്പുറത്തേക്ക് ഇവർ വളരണ്ടാന്ന്. നമ്മളിപ്പോൾ 3000 രൂപ ഫുഡ് കഴിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ ക്ഷണിക്കുകയാണ്, വരണം, സാധിക്കുമെങ്കിൽ. തിരക്കുണ്ടെന്ന് അറിയാം, പക്ഷെ സാധിക്കുമെങ്കിൽ വരണം. വന്ന് ഞങ്ങൾക്ക് അവിടെ വന്ന് പങ്കെടുത്തു പോകുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ഒരു കൊച്ചു ലൈബ്രറി. ഒരു 10 പുസ്തകം തരാമോ എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യത്തായിരിക്കും എന്തിന്? സംഭവം മനസ്സിലായോ? നമ്മൾ അറിവും പരിജ്ഞാനമുള്ള വ്യക്തികളെ കൂട്ടായ്മയിലേക്ക് തരണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഭിക്ഷക്കാരനും യാചകനും മാനസിക രോഗിയും സമൂഹത്തിൽ ഏതൊരു മനുഷ്യനെയും പോലെ എല്ലാ നന്മകളും ഈ സമൂഹത്തിൻ്റെ സ്വീകരിച്ച് ഒപ്പത്തിനൊപ്പം വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ടാകണമെന്ന്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ഗുഡൻസ് മനസ്സിലായി. അപ്പോൾ നീതി, സാഹോദര്യം, സമത്വമെല്ലാം അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം, ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇതിങ്ങനെ ധ്യാനിച്ചു പോവാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നേരം പോയതോ വെറുതെ ആയിപ്പോയല്ലോ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം എന്നുള്ള വിചാരം വന്നില്ലല്ലോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ സാധാരണ എങ്ങനെയോ എന്താ ഒരു ഭക്തി പ്രസ്ഥാനമല്ല നമ്മൾ, കേട്ടോ. നമ്മളേ എല്ലാവരും ഒന്നും കൂടെ നോക്കിയേ, ഒരു ഭക്തി പ്രസ്ഥാനം മാത്രമല്ല. ഭക്തി കൂടാതെ ഒന്നും ചെയ്യാനും സാധ്യമല്ലല്ലോ. പക്ഷെ ഭക്തിക്ക് അനുസരിച്ചുള്ള ഒരു കർമ്മശൈലി, ഒരു പ്രവർത്തന രീതി, അത് ലോകത്തെ ഏറ്റവും തഴയപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ഏറ്റവും അവഗണിക്കപ്പെട്ടവർ, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭക്തി, അതാണ് യേശു നമുക്ക് കാണിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വചനം നിങ്ങളോട് പറഞ്ഞത്. ഇത് വേദപുസ്തകത്തിലുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേദപുസ്തക അടിസ്ഥാനമാണല്ലോ എന്ന് പറയണ്ടേ? അതുകൊണ്ട് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. വേദപുസ്തകം നമ്മളോട് പറയുമ്പോൾ അത് അനുസരിക്കണോ വേണ്ടയോ? നമ്മളൊരാളോട് പറയുന്നത് എന്താ? വചനം അനുസരിക്കുന്നുണ്ടോ, വചനം അനുസരിച്ചാണോ ജീവിക്കണേ എന്നല്ലേ നമ്മൾ പലരും ഉപദേശിക്കണേ, അല്ലേ? അപ്പോൾ ആ ആൾ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, വചനം അനുസരിച്ചാണോ ജീവിക്കണേ? ആണോ? അത് ഞാൻ വചനം അനുസരിച്ച്. എന്നാൽ ഈ വചനം ഇപ്പം അനുസരിച്ചോ? ഈ പ്രഭാഷകൻ്റെ 4:19, 9:10 അനുസരിച്ചോ എന്ന് ചോദിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതനുസരിച്ചോ എന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 10 വരെ വാക്യങ്ങൾ 3-ന്റെ 1 മുതൽ 10 വരെ അനുസരിച്ചോ എന്ന് അയാൾ തിരിച്ചു ചോദിച്ചാൽ, അത് ആദ്യ നൂറ്റാണ്ടിലൊക്കെ അങ്ങനെ ആ യേശു ആ ശിഷ്യന്മാരൊക്കെ അതിലൊക്കെ അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ ഇതെല്ലാം മരണത്തിലൊക്കെ ഉണ്ടെന്ന് കേട്ടു. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയല്ല, എല്ലാ വചനവും അനുസരിക്കും. നമ്മൾ എല്ലാ വചനവും അനുസരിക്കണം. പ്രാവർത്തികമാകാത്ത ഒരു കാര്യവും യേശു സംസാരിച്ചിട്ടില്ല.
പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു കാര്യവും യേശു സംസാരിച്ചിട്ടില്ല. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ നുകം ലഘുവാണ്, അത് മൃദുവാണ്, അത് വഹിക്കാൻ എളുപ്പമാണ്. എന്നിൽ നിന്ന് പഠിക്കുക, എൻ്റെ നുകം വഹിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയതെന്ന് നന്ദി പറയുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും അനേകം ആളുകൾക്ക്, സമൂഹത്തിലെ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ, സമർപ്പണ മനോഭാവമുള്ളവർ, നല്ല മനസ്സാക്ഷിയുള്ളവർ, കർത്താവേ, ഈ മേഖലകളിൽ ധാരാളം പ്രവർത്തകരായി ഉണ്ടാകണമേ എന്നാണ് ഞങ്ങൾ നാളിതുവരെ പ്രാർത്ഥിച്ചു പോന്നിരുന്നത്. പക്ഷെ ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ആവശ്യമായ വ്യക്തമായ ഒരു അറിവ് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. കർത്താവേ, ഇന്ന് ഞങ്ങൾ വേദപുസ്തക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്പസമയം ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. കർത്താവേ, അവിടുത്തെ കൃപ, അവിടുത്തെ കരുണ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ ചൊവ്വാഴ്ചയുമുള്ള ഈ വചന ക്ലാസ്സിലെ ഈ പഠനത്തെ, ഈ അറിവിനെ, ഈ ശുശ്രൂഷയെ അങ്ങ് ഉത്തരോത്തരം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എന്നെ ശക്തനാക്കുന്നവൻ വഴി ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് പൗലോസ്ലീഹയുടെ വാക്കുകളൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ഏറ്റവും അവഗണിക്കപ്പെട്ടവരും ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരും ഏറ്റവും വെറുക്കപ്പെട്ടവരുമായ മക്കൾ ഇന്നും ധാരാളം കടത്തിണ്ണകളിലും വൃക്ഷച്ചുവടുകളിലും തെരുവാരങ്ങളിലും അന്തിയുറങ്ങുന്നുണ്ടല്ലോ. അവരെയെല്ലാം കണ്ടെത്തി അവരെ സ്നേഹിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പരിചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.